الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ആദ്യമേ എന്നോട് തുറന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റമദാൻ വളരെ വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയിലത്തെ 10 കഴിഞ്ഞ അവസാനത്തെ 10ലേക്ക് പ്രവേശിക്കാൻ ഇനി ദിവസങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഇടയിലത്തെ 10 പ്രത്യേകതയുണ്ട്. ആ ഒരു ആരംഭ ശൂരത്വം കഴിഞ്ഞ് ഈ സമയത്തൊന്ന് ഡള്ളായി വീണ്ടും അവസാനത്തെ 10 കുറച്ചൊക്കെ അധികം ഓതാം എന്ന് വിചാരിച്ച് ഒന്ന് അലസതയിലേക്ക് പോകുന്ന ഒരു സമയമാണ് ഈ സമയമെന്ന് നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. റമദാനിലെ ഓരോ ദിവസവും വളരെ വിലപ്പെട്ടതാണെന്ന ഒരു ചിന്തയോടുകൂടി കഴിഞ്ഞുകൂടാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തആല അതിന് തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. റമദാൻ മാസത്തിലെ മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് അവസാനത്തെ 10 ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവിനേക്കാൾ അധികം ആരാധനയിൽ കൂടുതൽ അധ്വാനം ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. യജ്തഹിദു ഫിൽ ആശരിൽ അവാഖിരി മാ യജ്തഹിദു ഫി ഗൈരിഹി. റമദാനിലെ അവസാനത്തെ 10 ദിവസങ്ങളിൽ മറ്റേതൊരു സമയത്തെക്കാളും കൂടുതൽ ആരാധനയിൽ അള്ളാഹുവിൻ്റെ തിരുദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുകിയിരുന്നു എന്ന് നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. കാരണം ഇദാ ദഖലൽ ആശർ, അവസാനത്തെ 10ലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവേശിച്ചാൽ അഹ്യൽ ലൈൽ, രാത്രിയെ സജീവമാക്കും. വജദ്ദ വശദ്ദ മിഅ്സറഹു, അദ്ദേഹം ഉണർന്നിരുന്ന് പ്രാർത്ഥനയിൽ മുഴുകി അരക്കെട്ട് മുറുക്കിയെടുത്ത് അഥവാ പ്രാർത്ഥനയ്ക്ക് സ്വയം തയ്യാറായി മുന്നോട്ട് പോകും. വഅയ്ഖളാഹു ലഹു, കുടുംബത്തെ ഉണർത്തുകയും ചെയ്യാറുണ്ടായിരുന്നു. രാത്രി മുഴുവൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിലായിരിക്കും, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയിലായിരിക്കും, ദിക്റിലായിരിക്കും, പ്രാർത്ഥനയിലായിരിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനത്തെ 10 രാത്രി മുഴുവൻ കുടുംബത്തെ ഉറക്കിൽ നിന്നുണർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിനും ദിക്ർ ചൊല്ലുന്നതിലും പ്രാർത്ഥനയിലും മുഴുകാൻ വേണ്ടി അവരോട് കൽപ്പിക്കുമായിരുന്നു. ഈ സുന്നത്ത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. ആരെയും ഉണർത്താതെ ഒച്ചയുണ്ടാക്കാതെ
വീട്ടിൽ നിന്നിറങ്ങി എഴുത്തിക്കാപ്പിന് പോരുന്നവരുണ്ട്. കുട്ടികളെ വിളിക്കില്ല, ഭാര്യയെ കൂട്ടില്ല, അല്ലെങ്കിൽ ഭാര്യമാർ ഭർത്താക്കന്മാരെ കൂട്ടാതെ എഴുത്തിക്കാപ്പിന് വന്നിരിക്കുന്ന സമ്പ്രദായങ്ങൾ കാണാൻ സാധിക്കും. നമ്മുടെ വീട്ടിലുള്ളവർ നാളെ സ്വർഗത്തിലും നമ്മോട് ഒരുമിച്ചുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ കൂടി കർമ്മത്തിന് പ്രേരിപ്പിക്കേണ്ടതുണ്ട്. ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ് ലാ യഅ്സൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. സത്യവിശ്വാസികളെയും സ്വദേഹങ്ങളെയും നിങ്ങളുടെ ബന്ധുക്കളെയും മനുഷ്യരും കല്ലുകളും ഇന്ധനമായിട്ടുള്ള നരകാഗ്നിയിൽ നിന്ന് നിങ്ങൾ കാത്തുരക്ഷിക്കുക. അതിൻ്റെ മേൽനോട്ടത്തിൻ്റെ പരുഷ സ്വഭാവമുള്ളവരും അതിശക്തരുമായ മലക്കുകൾ ഉണ്ടായിരിക്കും. അള്ളാഹു അവരോട് കൽപ്പിച്ച കാര്യത്തിൽ അവനോടവർ അനുസരണക്കേട് കാണിക്കുകയില്ല. അവരോട് കൽപ്പിക്കപ്പെടുന്നത് എന്തും അവർ പ്രവർത്തിക്കുകയും ചെയ്യും. ശക്തരായ മലക്കുകളുള്ള കല്ലും മനുഷ്യരെയും കത്തിക്കുന്ന ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ മാത്രം ശ്രമിച്ചാൽ പോരാ, നമ്മുടെ മക്കളെയും നമ്മുടെ ഭാര്യയെയും കൂടി അതിനെ പ്രേരിപ്പിക്കണമെന്നാണ് പറഞ്ഞത്. അരക്കെട്ട് മുറുക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം അന്ന് സ്ത്രീകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിലും ആരാധനയിൽ സ്വയം സമർപ്പിക്കുന്നതിനും ഉപമയാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ 10 ദിവസങ്ങൾ പള്ളിയിൽ ഒറ്റയ്ക്ക് കഴിയാറുണ്ടായിരുന്നു. ഐഹിക ലോകത്തിൽ നിന്ന് എല്ലാ ദുനിയവിയായ എല്ലാ ചിന്തകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് മാറി നിൽക്കും. തൻ്റെ റബ്ബുമായി കൂടുതൽ ബന്ധം സ്ഥാപിക്കും. അവനെ വിളിച്ചു ദുആ ചെയ്യുകയും അള്ളാഹുവിനോട് മുനാജാത്ത് നടത്തുക, രഹസ്യ സംഭാഷണം നടത്തുകയും അള്ളാഹുവിനോട് ചോദിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അങ്ങനെ ഹൃദയത്തെ പരിഷ്കരിച്ച് പരിശ്രമങ്ങളെ ഏകീകരിച്ച് പോരായ്മകളെ ഇല്ലാതാക്കി ഏറ്റവും പ്രയോജനകരമായ ആരാധനകളിൽ ഇഅ്തികാഫിലിരുന്ന് അല്ലാഹുവിൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഠിനമായ പ്രയത്നം നടത്താറുണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്ന് എന്തുകൊണ്ട് പറയുന്നു? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കിയാണ് ഓരോ കാലത്തെയും സമയത്തെയും ഇബാദത്തിനെയും ചെയ്തികളെയും നമ്മൾ രൂപീകരിക്കേണ്ടത് എന്നതിലേക്കാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഇരുന്നിരുന്നു എന്ന് പറഞ്ഞാൽ അത് മുസ്ലിങ്ങളായ നമ്മളും അത് മാതൃകയാക്കി ഇരിക്കേണ്ടതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ആയിഷ റളിയല്ലാഹു അൻഹ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഅ്തഖിഫുൽ അശ്റുൽ അവാഖിർ മിൻ റമദാൻ ഹത്താ തവഫാഹുല്ലാഹ് ثم اعتكف أزواجه من بعده. റമദാനിലെ അവസാനത്തെ 10 ദിവസങ്ങളിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം വഫാത്താകുന്നത് വരെ ഇഅ്തികാഫിലിരുന്നിരുന്നു. തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യമാർ അദ്ദേഹത്തിന് ശേഷം ഇഅ്തികാഫിലിരുന്നിരുന്നു എന്ന് ഹദീസുകളിൽ പറയുന്നു. അവസാനത്തെ 10 ദിവസങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഏകാന്തതയിൽ കഴിയാനും അള്ളാഹുവിനോടുള്ള അനുസരണത്തിൽ പരിശ്രമിക്കുവാനും വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നതിൻ്റെ കാരണം ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ടായിരുന്നു. വിധിയുടെ രാത്രിയെ പ്രതീക്ഷിച്ചുകൊണ്ടായിരുന്നു. ഈ രാത്രി വളരെ മഹത്തായതാണ്, അനുഗ്രഹീതമായ ഒരു രാത്രിയാണ്. അത് ആ ഒരു അനുഗ്രഹീതമായ രാത്രിയുടെ നന്മ നഷ്ടപ്പെടുത്തുന്നവർ ഏറ്റവും വലിയ ദൗർഭാഗ്യവാന്മാരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തഹറൗ ലൈലത്തുൽ ഖദ്രി ഫിൽ വിത്ർ മിൻ അശ്റിൽ അവാഖിരി മിൻ റമദാൻ. റമദാനിലെ അവസാനത്തെ 10 ദിവസങ്ങളിലെ ഒറ്റ സംഖ്യയുള്ള രാത്രികളിൽ ലൈലത്തുൽ ഖദ്റിനെ നിങ്ങൾ പ്രതീക്ഷിക്കുകയെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. 20 കഴിഞ്ഞാൽ 21-ാം രാവാണ്, 22 കഴിഞ്ഞാൽ 23-ാം രാവാണ്, 24 കഴിഞ്ഞാൽ 25-ാം രാവാണ്, 26-ാമത്തെ നോമ്പ് കഴിഞ്ഞാൽ 27-ാമത്തെ രാവാണ്, 28-ാമത്തെ നോമ്പ് കഴിഞ്ഞാൽ 29-ാമത്തെ രാവാണ്. ഈ രാവുകളിൽ പ്രത്യേകം നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കുകയും അതിനനുസരിച്ച് ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് രാത്രിയാണ് എന്ന് വ്യക്തമാക്കിയിരുന്നുവെങ്കിൽ
ആ രാത്രി മാത്രം കഠിനമായി അധ്വാനിക്കുകയും ബാക്കിയുള്ള ദിവസമൊക്കെ അലസമായി തീരുകയും ചെയ്യും എന്നതുകൊണ്ടാണ് അത് വെളിവാക്കാതെ മുന്നോട്ട് പോയത് എന്ന് പണ്ഡിതന്മാർ താല്പര്യപ്പെടുന്നു. ഈ ഒരു രാത്രിയുടെ പ്രത്യേകത എന്താണ്? അല്ലാഹു തആല വമിൻക അന്നഹു നസ്ലു ഫിൽ ഖുർആനിൽ അദീം, ഖുർആൻ ലൗഹിൽ നിന്ന് ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങിയ, ഖുർആൻ ഭൂമിയിലേക്ക് ഇറങ്ങിയ രാത്രിയാണ് ആ ലൈലത്തുൽ ഖദ്ർ എന്ന രാത്രി. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ, ഖദ്റിൻ്റെ രാത്രിയിലാണ് നാം ഖുർആനിൽ നിശ്ചയമായും ഇതിനെ ഇറക്കിയത് എന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ പറയുന്നു. രണ്ടാമത്തെ പ്രത്യേകത എന്താ? ലൈലത്തുൽ ഖദ്റിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത എന്താ? അന്ന് വൻ യുക്സിറു നുസൂലുൽ മലായികത്തു ഫീകാ കസറത്തുൽ ഖൈറാത്തു വൽ ബർക്കാത്ത്, ഖൈറും ബർക്കത്തും ഉണ്ട്. മലായികത്ത് ഇറങ്ങുന്ന സമയമാണ് ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രി. തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. മലക്കുകളും റൂഹും അഥവാ ജിബ്രീൽ അലൈഹിസ്സലാമും അവരുടെ രക്ഷിതാവിൻ്റെ എല്ലാ കാര്യങ്ങൾ കൊണ്ടും ഇറങ്ങുന്ന രാത്രിയാണത്. പ്രഭാതം ഉദിക്കുന്നത് വരെ സമാധാനമായിരിക്കും. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ഇനിയോ ആ ഒരു രാത്രി അല്ലാഹു തആല പാപം പൊറുത്തു തരുന്ന രാത്രിയാണ്. ഇന്നല്ലാഹ യഗ്ഫിറു ലിമൻ ഖാമഹാ ഈമാനൻ വഇഹ്തിസാബൻ, ഇഹ്തിസാബോടുകൂടി പ്രതിഫലേച്ഛയോടുകൂടി വിശ്വാസത്തോടുകൂടി ആരെങ്കിലും ആ ഒരു രാത്രി നിന്ന് നമസ്കരിച്ചാൽ അവൻ്റെ പാപങ്ങളെല്ലാം അല്ലാഹു പുറത്തു തരും. മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഇഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. ഖദ്റിൻ്റെ രാത്രിയിൽ, ലൈലത്തുൽ ഖദ്റിൽ വിശ്വാസത്തോടും പ്രതിഫലം പ്രതീക്ഷിച്ചും നമസ്കരിക്കുന്നവൻ്റെ മുൻകാല പാപങ്ങളെല്ലാം അല്ലാഹു മായ്ച്ചു കൊടുക്കും, പൊറുത്തു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, അറഅയ്ത അൻ അലിംത അയ്യു ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്ർ ഏത് രാത്രിയാണെന്ന് ഞങ്ങൾ അറിഞ്ഞാൽ ഞങ്ങൾ മാ അഖൂലു ഫീഹാ, എന്താണ് ലൈലത്തുൽ ഖദ്റിൽ ഞങ്ങൾ ആവർത്തിച്ചു ചൊല്ലേണ്ടത്? അല്ലാഹുമ്മ ഇന്നക അഫൂൻ കരീമുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുവേ, നീ ക്ഷമിക്കുന്നവനും ഉദാരമതിയുമാണ്, നീ ക്ഷമിക്കാൻ ഇഷ്ടപ്പെടുന്നു, നീ വിട്ടുവീഴ്ച ചെയ്തു തരാൻ ഇഷ്ടപ്പെടുന്നു. അതിനാൽ എന്നോട് നീ വിട്ടുവീഴ്ച ചെയ്തു തരണമേ, അഫ്വ തരണമേ എന്ന് നിരന്തരമായി ചോദിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഒന്നാമത്തെ പത്തിലും രണ്ടാമത്തെ പത്തിലും മൂന്നാമത്തെ പത്തിലുമൊക്കെ ഇന്ന പ്രാർത്ഥനയാണ് എന്ന് പറയാറുണ്ട്. അതില്ല. ഒന്നാമത്തെ പത്തിൽ പ്രത്യേക പ്രാർത്ഥനയില്ല, രണ്ടാമത്തെ പത്തിൽ പ്രത്യേക പ്രാർത്ഥനയില്ല. എന്നാൽ മൂന്നാമത്തെ പത്തിലല്ല, ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയുടെ അടയാളങ്ങൾ കണ്ടാൽ അത് ആ ദിവസം ആ സമയം പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ഇന്നക അഫ്വൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നുള്ള പ്രാർത്ഥന. പാപമോചനത്തിൻ്റെയും മടക്കത്തിൻ്റെയും മാസമാണ് റമദാൻ. റമദാൻ കേവലം ഒരു പട്ടിണിയല്ല, മറിച്ച് ആത്മാവിനെ കഴുകി വെളുപ്പിക്കാനുള്ള അമൂല്യമായ അവസരമാണ് യഥാർത്ഥത്തിൽ റമദാൻ. അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത്, അള്ളാഹുവിനോടുള്ള തൗബ, ഇത് രണ്ടും ഒത്തുചേരുന്ന പുണ്യ നിമിഷങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ഒരു റമദാൻ എന്നത്. ഒന്നാമത്തേത് അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് കിട്ടണം. മഗ്ഫിറത്തുള്ള ആളുകൾക്കാണ് ജന്നത്ത് ലഭിക്കുക, സ്വർഗം ലഭിക്കുക. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. പറയുക, സ്വന്തം ആത്മാക്കളോട് അതിക്രമം പ്രവർത്തിച്ചു പോയ എൻ്റെ ദാസന്മാരെ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെപ്പറ്റി നിങ്ങൾ നിരാശപ്പെടരുത്. തീർച്ചയായും അള്ളാഹു പാപങ്ങളെല്ലാം പൊറുക്കുന്നതാണ്. തീർച്ചയായും അവൻ തന്നെയാകും ഏറെ പൊറുക്കുന്നവനും കരുണ ചൊരിയുന്നവനും. ആരെങ്കിലും വിശ്വാസത്തോടുകൂടി പ്രതിഫലേച്ഛയോടുകൂടി റമദാനിൽ വ്രതമനുഷ്ഠിച്ചാൽ, ലൈലത്തുൽ ഖദ്റിൽ നിസ്കരിച്ചാൽ, രാത്രി നമസ്കരിച്ചാൽ, അവൻ്റെ പാപങ്ങൾ, കഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുത്തു തരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പശ്ചാത്താപമാണ്, ഒരു മാറ്റത്തിലേക്കുള്ള ചുവടുവെപ്പിനാണ് ശരിക്കും തൗബ എന്ന് പറയുന്നത്. തെറ്റുകളിൽ നിന്നും മാറി നടക്കാനും ജീവിതം പുനഃക്രമീകരിക്കാനും ഇതുവരെ ചെയ്ത തെറ്റുകളിൽ നിന്നൊക്കെ ആ ഫയൽ ക്ലോസ് ചെയ്ത് മടങ്ങിപ്പോരാനുമുള്ള ഒരു അവസരം
അവസരമാണ് യഥാർത്ഥത്തിൽ തൗബ എന്നത്. ഈ തൗബ ഈ റമദാനിൽ നേടിയെടുക്കാനും നമ്മൾ ചെയ്ത പാപങ്ങളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ എടുത്തു പറയാനും നമുക്ക് സാധിക്കണം. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ അസാ റബ്ബുകും അയ്യുകഫിറ അൻകും സയ്യിആതികും വയുദ്ഖിലുകും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് നിഷ്കളങ്കമായ പശ്ചാത്താപം കൈക്കൊണ്ട് മടങ്ങുക. നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകളിൽ നിങ്ങൾ പ്രവേശിപ്പിക്കുകയും ചെയ്യാം. അള്ളാഹു പാപം മായ്ച്ചു തരുക എന്നത് തന്നെ വലിയ റഹ്മത്താണ്, വലിയ ഫളിലാണ്. അത് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അതിന് അള്ളാഹുവിൻ്റെ മുമ്പിൽ ആ തിന്മ എടുത്തു പറയുകയും ചെയ്ത തിന്മ എടുത്തു പറയുകയും അത് ആവർത്തിക്കാതിരിക്കുകയും ആ തിന്മയിലേക്ക് മടങ്ങാതെ പിടിച്ചു നിൽക്കുകയും ചെയ്യണം. പാപങ്ങളിൽ നിന്നും പശ്ചാത്തപിച്ചു മടങ്ങിയവൻ പാപമില്ലാത്തവനെ പോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ റമദാനിൻ്റെ സമയത്ത് നമുക്ക് തിരിച്ചറിവ് വേണം. റമദാൻ നമുക്ക് പകർന്നു തരുന്ന ഏറ്റവും വലിയ അറിവ് സ്വന്തം ബലഹീനതകളെക്കുറിച്ചും അള്ളാഹുവിൻ്റെ വലുപ്പത്തെക്കുറിച്ചുമുള്ള തിരിച്ചറിവാണ്. എല്ലാവരും അള്ളാഹുവിനെ അനുസരിക്കുന്നു. അതുതന്നെയാണ് അള്ളാഹു അക്ബർ എന്ന പ്രഖ്യാപനത്തിൻ്റെ സാരാർത്ഥം. അതേപോലെ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ എന്തു ബലഹീനതയാണ് നമുക്ക് വരിക എന്ന് തിരിച്ചറിയാൻ റമദാനിനെ കൊണ്ട് സാധിക്കും. അതുകൊണ്ട് അള്ളാഹുവിനെ അറിയുന്നവന് മാത്രമേ അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കാൻ തോന്നൂ. അവന് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അള്ളാഹുവിൻ്റെ മഹത്വത്തെക്കുറിച്ചറിയണം, ഖുർആൻ പാരായണം ചെയ്യണം, അതിൽ നിന്ന് ആശയങ്ങളെ മനസ്സിലേക്ക് എടുത്തു വെക്കണം. അള്ളാഹുവിൻ്റെ ശക്തിയെക്കുറിച്ച്, കഴിവിനെക്കുറിച്ച്, അവൻ്റെ സിഫാത്തുകളെക്കുറിച്ച്, അവൻ്റെ അസ്മാഉകളെക്കുറിച്ചുള്ള ആയത്തുകൾ വരുമ്പോൾ അത് ചിന്തിച്ച് പാരായണം ചെയ്യാൻ നമുക്ക് സാധിക്കണം. 2, തൻ്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന തിരിച്ചറിവ്, അതേപോലെ തെറ്റുകളിൽ നിന്നും വിട്ടുനിൽക്കാൻ കഴിയുമെന്ന ഒരു ശക്തമായ തിരിച്ചറിവ് നമുക്ക് വേണം. നമ്മുടെ ഇച്ഛകളെ പിടിച്ചു നിർത്തുക ഇംസാക്കാണ് നോമ്പ്. ഈ ഇംസാക്കിനെ നമ്മുടെ തെറ്റുകളിൽ നിന്നുള്ള ഇംസാക്കായി പിടിച്ചു നിർത്തലായി മാറ്റാൻ നമുക്ക് സാധിക്കണം. എന്തൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക്? പ്രാർത്ഥന, ഇഫ്താർ വേളയിലും അത്താഴ സമയത്തും പാപമോചനത്തിനായി ധാരാളമായി പ്രാർത്ഥിക്കുക. കാരണം അത്താഴ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി വന്ന് ചോദിക്കും അത്രേ, ആരാണ് പാപമോചനം തേടാൻ? അവർക്ക് ഞാൻ പാപം പുറത്തു കൊടുക്കും. ആരാണ് ചോദിക്കാൻ? അവന് ഞാൻ നൽകും. ആരാണ് പ്രാർത്ഥിക്കാൻ? അവന് ഞാൻ ഉത്തരം നൽകുമെന്ന് അല്ലാഹു തആല ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങി നമ്മളോട് ചോദിക്കുന്ന സമയമാണ് അത്താഴത്തിൻ്റെ സമയം. 2, ഇഫ്താറിൻ്റെ സമയം, നോമ്പ് തുറക്കുന്ന സമയം. ആ സമയത്തെ പ്രാർത്ഥന തള്ളപ്പെടുകയില്ല എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഖുർആൻ ധാരാളമായി പാരായണം ചെയ്യണം. അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് ഖുർആൻ ഓതുക എന്നത് മനസ്സിന് വല്ലാത്ത വെളിച്ചം നൽകും. ഖത്തം തീർന്നവരൊക്കെ ഇനി അർത്ഥം കൂടി ഒന്ന് മനസ്സിലാക്കി വായിക്കാൻ പറ്റുമെങ്കിൽ അത് കുറച്ചുകൂടി നല്ലതാണ്. ഒരു ദിവസം ഒരു സൂറത്തെങ്കിലും, സൂറത്തുർ റഹ്മാൻ അല്ലെങ്കിൽ യാസീൻ്റെ താഴത്തേക്കുള്ള ഏതെങ്കിലും ഒരു സൂറത്ത് ഈ ഖത്തം തീർക്കുന്നതിനോടൊപ്പം ഒന്ന് അർത്ഥം വായിച്ച് ചിന്തിച്ച് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. ചെറിയ നന്മകൾക്ക് പോലും വലിയ പ്രതിഫലം കിട്ടും. നായക്ക് വെള്ളം കൊടുത്തതിനാൽ ഒരു സ്ത്രീ സ്വർഗത്തിലേക്ക് പോയി. ചെറിയ നന്മ ജീവിതത്തിലുണ്ടെങ്കിൽ ഏതു നന്മ കൊണ്ടാണ് നമ്മളെ സ്വർഗത്തിലേക്ക് അല്ലാഹു തആല എത്തിക്കുക എന്നറിയുകയില്ല. അതുകൊണ്ട് നന്മകളെമ്പാടും ചെയ്യാൻ റമദാനിൻ്റെ പ്രത്യേകത, റമദാനിൽ ചെയ്യുന്ന നന്മക്ക് 10 അല്ല 700 ഇരട്ടിയല്ല അല്ലാഹു ഉദ്ദേശിക്കുന്ന പ്രതിഫലമാണ് അതിന് നൽകുക എന്ന് പ്രത്യേകം ഹദീസുകളിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ധാരാളമായി പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഇന്നക അഫ്വൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്ന പ്രാർത്ഥന ധാരാളമായി പ്രാർത്ഥിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. റമദാൻ 17 ബദർ യുദ്ധം നടന്നത്. ബദർ കേവലം ഒരു ചരിത്ര സംഭവമല്ല, അത് റമദാനിൻ്റെ 2ാമത്തെ 10 നടന്ന സംഭവമാണ്. മറിച്ച് വിശ്വാസികൾക്ക് എല്ലാ കാലത്തും ആലോചിക്കാനും ചിന്തിക്കാനുമുള്ള വലിയൊരു പാഠപുസ്തകമാണ് യൗമുൽ ഫുർഖാൻ, സത്യവും അസത്യവും വേർതിരിക്കുന്ന യുദ്ധമെന്നത്. യുദ്ധത്തിൻ്റെ ഒരു സമയത്തിലും സന്ദർഭത്തിലുമാണ് നമ്മളുള്ളത്. ആര് ജയിക്കും, ആർക്ക് മേൽക്കോയ്മ കിട്ടും എന്നുള്ള ഒരു ചിന്തയിലാണുള്ളത്. എണ്ണത്തെക്കാൾ പ്രധാനം ഈമാനാണ്, വിശ്വാസ ദൃഢതയാണ്. ബദറിൽ മുസ്ലിങ്ങൾ കേവലം 313 പേരും ശത്രുക്കൾ 1000-ലധികവുമായിരുന്നു. എന്നാൽ ഭൗതികമായ
ആയുധബലത്തെക്കാൾ വലുത് അള്ളാഹുവിൽ അചഞ്ചലമായ വിശ്വാസമാണെന്ന് ബദർ തെളിയിച്ചു. 2 കുതിരകളിൽ പുറത്തുണ്ടാകുമ്പോൾ 100 കണക്കിന് കുതിരകളും ഒട്ടകളും അപ്പുറത്തുണ്ടായിരുന്നു. എന്നിട്ടും വിശ്വാസികളാണ് ജയിച്ചത്. വിശ്വാസികളായ എത്രയോ ചെറിയ ചെറിയ സംഘങ്ങളാണ് അള്ളാഹുവിൻ്റെ അനുവാദപ്രകാരം വലിയ സംഘങ്ങളെ തോൽപ്പിച്ചിട്ടുള്ളത് എന്ന് സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ട്. രണ്ടാമത്തത് ബദറിൽ അള്ളാഹുവിലുള്ള പരിപൂർണമായ അർപ്പണമാണ് അവിടെ കാണുന്നത്. തവക്കുലാണ്. അവരിൽ എത്ര വിഭവമുണ്ടായാലും, അവരെത്ര കേമന്മാരായാലും, അവർ യുദ്ധത്തിൻ്റെ മുന്നണി പോരാളികളായാലും ശത്രുവിൻ്റെ മുന്നിൽ ഈമാൻ കൊണ്ട് പിടിച്ചു നിൽക്കുക എന്ന കാര്യമാണ് ബദറിൽ നടന്നത്. പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായാൽ വിജയം അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് കിട്ടുമെന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ബദർ എന്നത്. അച്ചടക്കവും ഐക്യവുമാണ് ബദറിനെ ബദറാക്കി മാറ്റിയത്, ബദറിനെ വിജയമാക്കി മാറ്റിയത്. ഒരേ ലക്ഷ്യത്തിലേക്ക് നീങ്ങുമ്പോൾ ഭിന്നതകളില്ലാതെ ഒന്നിച്ചു നിൽക്കുന്നത് വിജയത്തിൻ്റെ അടിസ്ഥാനമാണ്. അവിടെ മലക്കുകൾ സ്വഫ് നിൽക്കുന്നത് പോലെ, യുദ്ധത്തിൽ സ്വഫ് നിൽക്കുന്നത് പോലെ നമസ്കാരത്തിന് സ്വഫ് നിൽക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെയായിരുന്നു അവർ സഫ് നിന്ന് യുദ്ധത്തിന് പോയിരുന്നത് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. 4-മത്തത് ബദറിൽ കൂടിയാലോചനയുണ്ടായിരുന്നു, ഷൂറയുണ്ടായിരുന്നു. സൈന്യത്തെ എവിടെ വിന്യസിക്കണമെന്ന ചോദ്യത്തിന് ഖുബാബ് ഇബ്നു മുൻദിർ റളിയല്ലാഹു അൻഹു കൊടുത്ത ഒരു നിർദ്ദേശം ഷൂറ ചെയ്ത് തീരുമാനിക്കുമ്പോൾ അത് യുദ്ധത്തിൻ്റെ വിജയത്തിന് കാരണമായിട്ടുണ്ട്. എത്ര വലിയ നേതാവാണെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുബാബ് ഇബ്നു മുൻദിർ റളിയല്ലാഹു അൻഹു എന്ന സഹാബിയുടെ അഭിപ്രായം സ്വീകരിച്ചുവെങ്കിൽ നമ്മൾ നല്ല അഭിപ്രായങ്ങൾ ആര് പറഞ്ഞാലും സ്വീകരിക്കണമെന്നാണ് കാണുന്നത്. പ്രതിസന്ധികളിലെ ക്ഷമ, സ്വബർ, അതാണ് ബദറിൻ്റെ ഏറ്റവും വലിയ പാഠം. കൊടും ചൂടിലും പരിമിതമായ സൗകര്യങ്ങളിലും പതറാതെ നിന്നവർക്ക് അള്ളാഹു മലക്കുകളെ ഇറക്കി സഹായം നൽകി. സത്യത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ പ്രയാസങ്ങളുണ്ടാകാം, എന്നാൽ ക്ഷമിക്കുന്നവർക്കൊപ്പം അള്ളാഹു ഉണ്ട്. ഇന്നല്ലാഹ മഅസ്സാബിരീൻ എന്ന ഒരു തത്വം മനസ്സിലാക്കി ജീവിതത്തിൽ എന്തു വന്നാലും ക്ഷമയോടുകൂടി കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കണം. 6-മത്തെ പാഠം, ബദറിൽ 6-മത്തെ പാഠം, ജീവിത വിജയത്തിന് ഭൗതിക സാഹചര്യങ്ങൾ പോരാ. നമ്മുടെ പക്കൽ പണമുണ്ടായിട്ടോ സ്വാധീനമുണ്ടായിട്ടോ നമുക്കൊരിക്കലും വിജയിക്കാൻ സാധിക്കുകയില്ല. പണമില്ലാതിരുന്നിട്ടോ സ്വാധീനമില്ലാതിരുന്നിട്ടോ ഒന്നും പരാജയപ്പെടുകയില്ല. അള്ളാഹുവിൻ്റെ സംതൃപ്തിക്കായി, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്താൽ, അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിച്ചാൽ വലിയ വിജയമുണ്ടാകുമെന്നാണ് ബദർ നമ്മളെ പഠിപ്പിക്കുന്നത്. ബദറിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് തൗഹീദിൻ്റെ കരുത്താണ്, ഹുബ്ബുദ്ദീനാണ്, ദീനിനോടുള്ള ഇഷ്ടമാണ്, അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള ഇത്തിബാണ് ബദറിൽ വിജയമുണ്ടാക്കിയത്. അവിടെ മാനസിക ഐക്യമാണ് അതിൻ്റെ കാരണം, അവിടെ ത്യാഗസന്നദ്ധതയാണ് അവരുടെ കാരണം. നാളെ പരലോകത്ത് സ്വർഗമുണ്ടെന്ന വിചാരവും ആ വിചാരത്തിൻ്റെ യഖീനുമാണ് അവരെ വിജയിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങളുണ്ടാകുമ്പോഴാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുക എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, ആലോചിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല ഈമാനോടുകൂടി ജീവിക്കാനും ഈമാനോടുകൂടി മരിക്കാനുമുള്ള തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് എന്നോടും തുടർന്ന് നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ബദർ യുദ്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. ബദർ യുദ്ധം കേവലം ഒരു ചരിത്ര സംഭവമല്ല, മറിച്ചത് ഉള്ളിലെ തിന്മകൾക്കെതിരെ, ജീവിതത്തിലെ പ്രതിസന്ധികൾക്കെതിരെ പോരാടാനുള്ള ഒരു സ്പിരിച്വൽ ബ്ലൂ പ്രിൻ്റ് അഥവാ ആത്മീയ രൂപരേഖ കൂടിയാണത്. ബദറിലെ പോരാട്ട വീര്യം നിത്യജീവിതത്തിൽ നമുക്ക് മാതൃകയാക്കാൻ സാധിക്കും. 1, ജിഹാദുൻ നഫ്സ്, മനസ്സിനോടുള്ള പോരാട്ടം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദർ യുദ്ധം കഴിഞ്ഞ് മടങ്ങുമ്പോൾ പറഞ്ഞതായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൻ്റെ ചുരുക്കം ഇതാണ്: നാം ചെറിയ യുദ്ധത്തിൽ നിന്നും വലിയ യുദ്ധത്തിലേക്ക്, അഥവാ ചെറിയ യുദ്ധമാണ് ബദറിൽ കഴിഞ്ഞത്, ഇനി മനസ്സിനോടുള്ള പോരാട്ടത്തിലേക്കാണ് നമ്മൾ മടങ്ങിയിരിക്കുന്നത്. വലിയ യുദ്ധമെന്നത് സ്വന്തം മനസ്സിൽ വരുന്ന പാപങ്ങളെ തടുത്തു നിർത്താനും
പുണ്യങ്ങൾ മനസ്സിൽ തോന്നുമ്പോൾ അത് ചെയ്യണമെന്നുറക്കാനുമുള്ള ജിഹാദാണ്, ജിഹാദുൻ നഫ്സാണ് ഏറ്റവും വലിയ പോരാട്ടം. പുറത്തുള്ള ശത്രുവിനേക്കാൾ വലിയ ശത്രു ഉള്ളിലുള്ള അലസതയും ദുർവിചാരങ്ങളുമാണ് എന്ന് മനസ്സിലാക്കുക. റമദാനിലെ നോമ്പ് പ്രാർത്ഥനയും ആഭ്യന്തര ശത്രുവിനെ തോൽപ്പിക്കാനുള്ള പരിശീലനമാണെന്ന് തിരിച്ചറിയുക. രണ്ടാമത്തത് പരിമിതമായ സാഹചര്യങ്ങളിൽ തളരാതിരിക്കുക എന്നത്. ബദറിൽ മുസ്ലിങ്ങൾക്ക് ആയുധങ്ങളും വാഹനങ്ങളും കുറവായിരുന്നു, പക്ഷേ അവർ തോറ്റുകൊടുക്കാൻ തയ്യാറായില്ല. ജീവിതത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, സൗകര്യങ്ങളുടെ കുറവുകൾ എന്തുണ്ടായാലും നിരാശപ്പെടരുത്. ഉള്ള സൗകര്യം വെച്ച് ഏറ്റവും മികച്ചതു ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് ബദർ നമ്മളെ പഠിപ്പിക്കുന്നത്. ലക്ഷ്യബോധവും കൃത്യമായ ആസൂത്രണവും വേണം. ബദറിൽ വെറുതെ ഒരു ആവേശത്തിന് ഇറങ്ങിപ്പുറപ്പെടുകയല്ല വിശ്വാസികൾ ചെയ്തത്, മറിച്ച് അവർ കൃത്യമായ സൈനിക വ്യൂഹം ചമച്ച് കിണറുകൾ നിയന്ത്രണത്തിലാക്കി തന്ത്രങ്ങൾ മനച്ചപ്പോഴാണ് ജയിച്ചത്. നന്മയുടെ പാതയിൽ സഞ്ചരിക്കുമ്പോൾ വെറും പ്രാർത്ഥന മാത്രം പോരാ, കൃത്യമായ ആസൂത്രണം വേണം, വലിയ കഠിനാധ്വാനം വേണം. വിജയിക്കാൻ ആഗ്രഹിക്കുന്നവർ അതിനുള്ള വഴികൾ കൂടി വെട്ടിത്തെളിക്കണമെന്നർത്ഥം. ഇനിയോ പ്രാർത്ഥനയും പരിശ്രമവും തമ്മിലുള്ള സന്തുലിതാവസ്ഥയായിരുന്നു ബദർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്ത്രങ്ങൾ മെനയുന്നതിനോടൊപ്പം തന്നെ രാത്രി മുഴുവൻ അല്ലാഹുവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. പരീക്ഷയായാലും ജോലിയായാലും നമ്മുടെ ഭാഗത്തു നിന്ന് 100% പരിശ്രമം നൽകുക. അതോടൊപ്പം അല്ലാഹുവിൻ്റെ സഹായത്തിനായി വിനയത്തോടുകൂടി പ്രാർത്ഥിക്കുക. സഹായം അല്ലാഹുവിൽ നിന്നല്ലാതെ വേറെ ആരുടെ അടുത്തു നിന്നും സഹായം കിട്ടില്ലെന്ന ഉറച്ച ബോധ്യം നമ്മൾക്കുണ്ടായിരിക്കണം. അധർമ്മത്തിനെതിരെ ശബ്ദമുയർത്താനുള്ള ധൈര്യം, അനീതി കണ്ടാൽ അതിനെതിരെ നിൽക്കാനുള്ള ആർജവം ബദർ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സമൂഹത്തിൽ കാണുന്ന തെറ്റായ പ്രവണതകൾക്കെതിരെയും അനീതിക്കെതിരെയും മൗനം പാലിക്കാതെ സത്യത്തിൻ്റെ പക്ഷത്തു നിൽക്കാൻ സത്യവിശ്വാസികൾക്ക് കഴിയണം. ബദർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്തായിരുന്നാലും ഇങ്ങനെ പോകുമ്പോൾ ഈമാനോടുകൂടി ജീവിക്കാനുള്ള ഒരു ത്രാണി ഉണ്ടാകാൻ സ്വയം പരിശ്രമിക്കണമെന്നാണ് ഉണർത്താനുള്ളത്. അല്ലാഹു തആല ഈമാനുള്ള ഇഖ്ലാസുള്ള ആളുകളിൽ നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ഖിയാമുൽ ലൈലും അതേപോലെ റമദാനിലെ നോമ്പും നമ്മുടെ സദഖകളുമൊക്കെ അല്ലാഹു തആല മഖബൂലും മബ്റൂറുമായി സ്വീകരിക്കുമാറാകട്ടെ. കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല ഹലാലായ മാർഗത്തിലൂടെ കടം വീട്ടാനുള്ള നല്ല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല അർഹമായ പ്രതിഫലവും ശിഫാവും ആജിലും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്നും മരിച്ചുപോയ ആളുകൾ അവിടെ ഖബർ വിശാലമാക്കി അവരെയും നമ്മുടെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറുൽ മുദ്നിബീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ.